icon on the YouTube app and never miss another update. നിങ്ങൾക്ക് ഇനി എന്റെ വിശേഷങ്ങൾ അറിയണ്ടേ? നമുക്ക് തുടങ്ങിയാലോ? യെസ്, അപ്പൊ നമ്മുടെ ശങ്കരൻകുട്ടി പറഞ്ഞ പോലെ നമുക്ക് ശങ്കരൻകുട്ടിയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ അറിയാം. ആദ്യം തന്നെ ഞാൻ ചോദിക്കാണ്, നമ്മുടെ കുട്ടിയുടെ പേര് ശങ്കരൻ എന്നല്ല, ശങ്കരനാണ്, എന്നാലും നിതിൻ എന്നൊരു പേരും കൂടെ ഉണ്ട് അല്ലേ? അപ്പൊ ഈ നിതിൻ എന്നുള്ള പേരാണോ ശങ്കരൻ എന്നുള്ള പേരാണോ നിനക്ക് ഏറ്റവും ഇഷ്ടം? ഇപ്പൊ എനിക്ക് ശങ്കരൻ എന്നുള്ള പേരാണ് ഇഷ്ടം. ആദ്യമൊക്കെ എന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഇഷ്ടമായിരുന്നത് നിതിൻ എന്നായിരുന്നു. അപ്പോഴൊന്നും എനിക്ക് ശങ്കരൻ എന്നുള്ള പേര് ഇഷ്ടമില്ലായിരുന്നു. ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങിയതുമാണ് ഇതിന്റെ ഈ പേരിന്റെ വില അറിയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ശങ്കരൻ എന്നുള്ള പേര് ആരാണ് ഇട്ടത്? ശങ്കരൻ എന്നുള്ള പേര് അമ്മൂമ്മയാണ് എനിക്ക് ഇട്ടത്. ഓക്കെ, വീട്ടില് പണ്ട് ശങ്കരാന്നായിരുന്നല്ലേ വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ വിചാരിക്കായിരുന്നു എന്ത് പേരാണിത്, എനിക്ക് സ്റ്റൈൽ നിതിൻ പേരിരിക്കുമ്പോ എന്തിനാ ശങ്കരൻ എന്നൊക്കെ വിളിക്കും. അപ്പൊ പണ്ട് അമ്മൂമ്മ ശങ്കരാന്നൊക്കെ വിളിക്കുമ്പോ എല്ലാരും ഓ ശങ്കരൻ എന്നൊക്കെ വിചാരിച്ച് നിതിൻ ഇരുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പൊ ഇപ്പം ശങ്കരൻ എന്ന് വിളിക്കുമ്പോ എന്താ ഒരു പ്രൗഡാണോ തോന്നുന്നത്? എന്താണ് തോന്നുന്നത്? എനിക്കിപ്പോ ഇങ്ങനെ വിളിക്കുമ്പോ എനിക്ക് നല്ല സന്തോഷം ഉണ്ട്. ആദ്യമൊക്കെ എനിക്ക് എന്താന്ന് അഴുക്ക പേരായിരുന്നു തോന്നി, എനിക്ക് നല്ല പേര് ഇട്ടിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും. പക്ഷെ ഇപ്പോഴാണ് ഈ പേരിന്റെ ഒരു വില അറിയുന്നത്. പിന്നെ അല്ല, അപ്പൊ നമുക്ക് ആദ്യം തൊട്ട് ചോദിക്കുകയാണ്, നമ്മുടെ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഒന്നാമത്തെ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ആ വീഡിയോ എടുത്തത്? അല്ലെങ്കിൽ അപ്പൊ എന്താണ് മനസ്സ് തോന്നിയത്? ചുമ്മാ ഇങ്ങനെ ക്ലാസ് ഒക്കെ ഇല്ലാതെ, ക്ലാസ് ഒക്കെ ഉണ്ട് എന്നാലും അങ്ങനെ ഫ്രീ ആയിട്ടിരുന്ന സമയത്ത് ചുമ്മാ ഒരു വീഡിയോ എടുക്കാം എന്ന് തോന്നിയാണോ? അതോ ഇപ്പൊ കസിൻസ് ഒക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് അവര് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയാണോ? എങ്ങനെയാണ് തുടക്കം? എങ്ങനെയാണ്? അല്ല, വെറുതെ എടുത്ത് ഇടാന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. പക്ഷെ ഇത്രയും വൈറലാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ആദ്യത്തെ കണ്ടന്റ് തന്നെ യൂട്യൂബിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത നിക്കറാണ്. നിനക്ക് എങ്ങനെ തോന്നി ഒരു നിക്കർ കഴുകുന്ന വീഡിയോ ഇടാന്ന്? ഞാൻ വീട്ടില് സഹായിച്ചൊക്കെ കൊടുക്കും നിക്കറൊക്കെ മനസ്സിൽ. അങ്ങനെ ഒരു ദിവസം എന്നെ നിക്കർ കാണിച്ചോണ്ടിരുന്നപ്പോഴായിരുന്നു ഞാൻ ചേട്ടന്മാരോട് പറഞ്ഞു, ചേട്ടൻ ഞാൻ നിക്കർ കാണിക്കുന്ന വീഡിയോ എടുത്ത് യൂട്യൂബിലിടുമെന്ന്. അങ്ങനെ ചേട്ടന്മാരാണ് ഞാൻ നിക്കർ കാണിക്കുന്ന വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ടത്. ചേട്ടന്മാരാണോ നിക്കർ കാണിക്കുന്ന വീഡിയോ എടുത്തു തന്നത്? അതെ. അപ്പൊ ഈ കണ്ടന്റ് ആദ്യം പറഞ്ഞ ചേട്ടന്മാരാണല്ലേ? ഓക്കെ, അപ്പൊ ചേട്ടന്മാരുടെ പേരൊക്കെ എന്തൊക്കെയാണ്? ചേട്ടന്മാരുടെ പേര് നിർമ്മൽ, നന്ദു, മെന്റലിസ്റ്റ് അനന്തു, എന്റെ കസിനാണ്. മെന്റലിസ്റ്റ് അനന്തു എന്നുള്ള ചേട്ടൻ എല്ലാവർക്കും അറിയായിരിക്കും. ആ ചേട്ടന്റെ കസിനാണ്. അവരെല്ലാരും കൂടെയാണ് എനിക്ക് വീഡിയോ എടുക്കാൻ സഹായിച്ചായിരുന്നു. ഓക്കെ, അപ്പൊ അവരെല്ലാരും കൂടെ എടുത്തു വെച്ചിട്ടാണ് ആദ്യത്തെ വീഡിയോ അങ്ങോട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. യൂട്യൂബില് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ചേട്ടന്മാര് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ എന്താണ് സംഭവിച്ചത്? പിന്നെ ഞാൻ രണ്ടാമത്തെ ദിവസമായപ്പോ ഞാൻ വൈറലായി. അപ്പൊ വൈറലായി എന്ന് എങ്ങനെ മനസ്സിലായി? നീ ഫോണില് യൂട്യൂബ് ഒക്കെ നോക്കുന്ന ആളാണോ, അല്ലെങ്കിൽ അവരാണോ വിളിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞോ എടാ നിന്റെ വീഡിയോസ് ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്? എങ്ങനെയായിരുന്നു സംഭവം? എങ്ങനെയായിരുന്നു? ഞാൻ അവിടെ TV കണ്ടോണ്ടിരുന്നപ്പോ ചേട്ടൻ യൂട്യൂബ് കയറിയത് ചേട്ടനാണ് എന്റെ അടുത്ത് പറഞ്ഞത് വൈറലായിരുന്നു. അപ്പൊ എന്ത് തോന്നി? ചേട്ടൻ വിളിച്ചിട്ട് പറയടാ നിന്റെ നിക്കർ എഴുതുന്ന വീഡിയോ വൈറലായി. അപ്പൊ നീക്ക് എന്ത് തോന്നി? എനിക്ക് നല്ല സന്തോഷം തോന്നി. ഞാൻ വീഡിയോ ഇട്ടുടങ്ങിയ വൈറലാവുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് അടുത്ത കണ്ടന്റിനെ കുറിച്ച് അപ്പൊ എന്താണ് ഓർമ്മ വന്നത്? ചേട്ടന്മാരാണോ പറഞ്ഞു തന്നത് അടുത്ത ഇന്ന വീഡിയോ ചെയ്യണമെന്നോ, അല്ലാതെ അടുത്ത കണ്ടന്റ് എങ്ങനെയാണ് നിന്റെ മനസ്സിൽ വന്നത്? അല്ല, നമ്മള് എല്ലാരും കൂടിയിരുന്ന് ആലോചിക്കും. അങ്ങനെയാണ് നമുക്കൊക്കെ ഏത് വീഡിയോ ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നൊക്കെ നമുക്ക് നമ്മള് കൂടി ഇരുന്ന് ആലോചിക്കുമ്പോ നമുക്ക് ഓരോരോ ഐഡിയ കിട്ടണേ. അങ്ങനെ കൂടി ഇരുന്ന് ആലോചിച്ച് ഓരോ ഐഡിയ കിട്ടിയതിനു ശേഷം ക്യാമറ ഒക്കെ എടുത്തു തരുന്ന ആരാ? ആദ്യത്തെ വീഡിയോ ചേട്ടന്മാർ എടുത്തു തന്നു. അതിന് ശേഷം ഉള്ളത് ചേട്ടന്മാരാണ്. ഇങ്ങനെ ഹലോ ഗൈസ് എന്നൊക്കെ പറയുമ്പോ ഞാൻ കയ്യില് ക്യാമറ പിടിക്കും. പിന്നെ എന്റെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് പറയുമ്പോ അതൊക്കെ ഞാൻ തന്നെയാണ് പിടിക്കുന്നത്. പിന്നീടൊക്കെ സ്വന്തമായിട്ടൊക്കെ എടുത്ത് പിടിച്ചൊക്കെ തുടങ്ങി. ഓക്കെ, അപ്പൊ ഈ ഫോണിലാണോ എടുക്കുന്ന, ക്യാമറയിലാണോ, എങ്ങനെയാണ് എടുക്കുന്നത്? ഇപ്പൊ ഫോണിലാണ്. ചേട്ടന്റെ ഫോണിലാണ് എടുക്കുന്നത്. വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി, പിന്നെ ഞാൻ. അച്ഛനും അമ്മയും അനിയത്തിയും ഒക്കെ എന്തൊക്കെ ചെയ്യുന്നു? അച്ഛൻ വെൽഡിംഗ് ആണ്, അമ്മ ഹൗസ് വൈഫ്, അനിയത്തി രണ്ടില് പഠിക്കുന്നു. ഇപ്പൊ നമ്മുടെ എന്താണ് ഉണക്ക മീൻ ഗ്രില്ല് നമ്മൾ കണ്ടതാണ്. അതുപോലെ നീ ഹെൽപ്പ് ചെയ്യാറുണ്ടോ വീട്ടിൽ അമ്മേനെ? ചില സമയത്തൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്? പറയട്ടെ. തേയിലിടും, ദോശ ചുടും, ചപ്പാത്തി ഉണ്ടാക്കും. ചപ്പാത്തി അച്ഛൻ കുഴച്ചൊക്കെ തരും, ഞാൻ അരച്ചൊക്കെ ഇടും. പിന്നെയാണെങ്കിൽ ഞാൻ ചായ ഇടും.
കള്ള ചുമ്മയില്ലടാ. ചായ ചില സമയത്തൊക്കെ ചില സമയത്തൊക്കെ ശരി പറ. ഇനിയിപ്പോ ഒരു 2 പേർക്ക് ചായ ഇടണം, എങ്ങനെയാന്ന് പറഞ്ഞേ? എങ്ങനെ ചായ ഇടുന്നേ 2 പേർക്ക്? 2 പേർക്ക് ചായ ഇടണം. എത്ര കവർ പാല് വേണം? ഒരു കവർ മതി 2 പേർക്ക് ചായ. 1 കവർ പാലൊക്കെ മതി. നിക്ക്. അപ്പൊ ഗൈസ്, നമ്മുടെ ശങ്കരങ്കരൻ കുട്ടി ഗൈസ് നമുക്കിപ്പൊ 2 പേർക്ക് ചായ ഇടുന്നത് എങ്ങനെയാന്ന് ഒരു വീഡിയോ ഇങ്ങോട്ട് പറഞ്ഞു തരാൻ പോവാണ് ഗൈസ്. അപ്പൊ നിങ്ങൾ എല്ലാരും ഇത് കേട്ട് പഠിക്കണം അല്ലേ ഗൈസ്? പറ ഗൈസ്, എല്ലാരും കേട്ട് പഠിക്കണം പറ. ഇന്ന് തന്നെ ട്രൈ ചെയ്യണമെന്ന് പറ. യെസ്, അപ്പൊ നമ്മൾ തുടങ്ങാണ്, പറഞ്ഞോളൂ. 2 പേർക്ക് ചായ ഇടണമെങ്കിൽ 1 കവർ പാലെടുക്കണം, പൊട്ടിക്കണം, എന്നിട്ട് ഒരു ചെറിയ പാത്രത്തില് ഒഴിക്കണം. എന്നിട്ടാണെങ്കിൽ ഗ്യാസ് സ്റ്റൗവില് വെച്ചിട്ട് തീ ഓണാക്കണം. പിന്നെ ആണെങ്കിൽ നല്ല തിളച്ച് പൊങ്ങിയൊക്കെ വരുമ്പോ തേയിലപ്പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ പൊങ്ങി വരുമ്പോ ഓഫ് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് അതിൽ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് 2 പേർക്കുള്ള ചായ 2 ഗ്ലാസ്സിലാക്കി കൊണ്ടുകൊടുക്കണം. 1 കവർ പാലിൽ വെള്ളം ഒഴിക്കാതെ ചായ, നല്ല മപ്പ് ചായ ഇട്ടു അല്ലേ? ഇവിടുന്ന് പോണേന് മുന്നേ നമ്മുടെ ശങ്കരൻ നമുക്കൊരു ചായ ഇട്ട് തരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമ്മുടെ ശങ്കരന്റെ മപ്പ് ചായ ഇങ്ങനെയൊക്കെയാണ്. സത്യം പറഞ്ഞ കുഞ്ഞി പിള്ളേരൊക്കെ അടുക്കള കയറണൊക്കെ ഭയങ്കര കുറവ്. എന്നാലും അവൻ അത്രയൊക്കെ പറഞ്ഞില്ല, ഞാൻ തന്നെ അന്തം വിട്ടു പോയെന്നേ. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പം വീട്ടുകാരുടെ കാര്യം പറഞ്ഞു, നമുക്കിനി പതുക്കെ സ്കൂളിലോട്ട് പോവാമേ. അപ്പൊ സ്കൂളിലൊക്കെ എങ്ങനെയാണ് നിതിനെയൊക്കെ പണ്ട് കണ്ടോണ്ടിരുന്നത്, ഇപ്പൊ കണ്ടോണ്ടിരുന്നത്. ഇപ്പം സ്കൂളിലോട്ട് പോവാറില്ല, അതൊക്കെ. പക്ഷെ എന്നാലും ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഇപ്പൊ ശങ്കരനൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാരും ശങ്കരൻ വന്നു എന്ന് പറയോ അത് നിതിൻ വന്നു എന്ന് പറയോ? ശങ്കരൻ വന്ന് പറയും. പണ്ട് നിതിനായിരുന്നു കാണും അല്ലേ? ഇപ്പൊ എന്താണ് ഫീൽ ചെയ്യുന്നത്? നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് അങ്ങനെ ഗമയിലൊക്കെ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടൊക്കെയാണ് ഇരിക്കുന്നത്? അല്ല, മൊബൈൽ എടുക്കും, ഇരിക്കും, പഠിക്കും, എന്നിട്ട് ക്ലാസ് തീരുമ്പോ മൊബൈൽ കൊണ്ടുപോയി ചാർജിന് ഇടും. ഡീസന്റ് കുട്ടിയാണ് ഗൈസ്, ഡീസന്റ് കുട്ടിയാണ്. കള്ള ചില സമയത്തൊക്കെ ഗെയിം കളിക്കാൻ ക്ലാസ് നടക്കുമ്പോഴാ? ടീച്ചറെ ശ്രദ്ധിച്ചോ? ക്ലാസ് നടക്കുമ്പോഴല്ലേടാ? ക്ലാസ് നടക്കുമ്പോഴല്ല, അല്ല, ഞാനിപ്പോ യൂട്യൂബിൽ ഇതൊന്നും ഇല്ലാത്ത സമയത്ത്, ക്ലാസ് ഒന്നും ഇല്ലാത്ത സമയത്ത് യൂട്യൂബിലൊക്കെ പോകാറുണ്ട്, ഗെയിം ഒക്കെ കളിക്കാറുണ്ട് അല്ലേ? എന്ത് ഗെയിംസ് ഒക്കെ കളിക്കാറ്? ഞാൻ ടെമ്പിൾ റൺ കളിക്കും. ടെമ്പിൾ റൺ. പബ്ജി കളിക്കാൻ പറ്റൂല. പബ്ജി കളിക്കുമായിരുന്നു, അത് നിർമ്മൽ ചാന്റെ മൊബൈലില്. പിന്നെ ഫ്രീ ഫയർ എനിക്ക് വേണ്ടി ഡൗൺലോഡ് ചെയ്ത് തന്നതാണ്. അതും ബാൻ ചെയ്ത്, പബ്ജിയും ബാൻ ചെയ്ത്, ഇപ്പൊ ടെമ്പിൾ റൺ കളിക്കും. പിന്നെ നീ കളിക്കണ എല്ലാം ബാൻ ആയിക്കൊണ്ടിരിക്കുകയാണോ? അല്ല, ടെമ്പിൾ റൺ ഇപ്പോഴും ഉണ്ട്. ടെമ്പിൾ റൺ കളിക്കും, പിന്നെ ബബിൾ ഷൂട്ടർ കളിക്കും. മൊത്തത്തിൽ കളികളാണ്. പിന്നെ വെടിവെക്കണ കുറച്ച് കളികൾ കളിക്കും. അപ്പൊ അങ്ങനെയാണ്, ഫുൾ കളികളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അല്ലേ? ഇപ്പൊ ഗെയിം ഒന്നും കളിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് യൂട്യൂബിന്റെ കാര്യം, ഇന്റർവ്യൂ അങ്ങനെയൊക്കെ നടക്കണോണ്ട് എനിക്ക് ഗെയിം കളിക്കാൻ ബിസി ലൈഫ് ആണെന്നേ, സെലിബ്രിറ്റി ലൈഫ് അല്ലേ? ഭയങ്കര സന്തോഷമാണ് സത്യത്തിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോ. സ്കൂളിലെ ടീച്ചേഴ്സ് ഇപ്പൊ ആദ്യത്തെ വീഡിയോ ഒക്കെ വൈറലായതിനു ശേഷം നമ്മളൊരു വീഡിയോയിൽ കണ്ടു ടീച്ചർ വിളിച്ച് പറഞ്ഞ കാര്യം. വേറെ ആരൊക്കെ വിളിച്ചു? ടീച്ചേഴ്സ് ഒക്കെ ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞു? ടീച്ചർ വിളിച്ചിട്ട് മോനെ കൊള്ളാം, സൂപ്പർ, ഇനി നീ ഇതേപോലത്തെ വീഡിയോ ഒക്കെ ചെയ്തിടണം. ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചിട്ട് നല്ല അഭിപ്രായമായിരുന്നു. ഫ്രണ്ട്സ് ആണെങ്കിൽ നീ പൊളി, ഇനി ഇതേപോലത്തെ കിടുക്കാച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിടണം, കോമഡി ഒക്കെ വരണം, എല്ലാം നല്ല പൊളി വീഡിയോ ആയിരിക്കണോന്ന് പറഞ്ഞു. ഭയങ്കര സപ്പോർട്ട് ആണല്ലേ ഫ്രണ്ട്സ്? ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ ഒക്കെ പേര് പറ. ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പേര് കൊറേ പേരുണ്ട്. ഇനിയിപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ ശരിയാവൂലല്ലേ? ഫ്രണ്ട്സ് വിളിച്ചിട്ട് നീ എന്നാലും എന്റെ പേര് പറഞ്ഞല്ലോ എന്നൊക്കെ ചോദിക്കല്ലേ? അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ചെക്കൻ, നമ്മൾ ഇവന്റെ സംസാരമൊക്കെ കേൾക്കുന്നതാണ്, നമുക്ക് അറിയാന്നുള്ളതാണ്. അപ്പൊ കുറച്ച് ടങ് ട്വിസ്റ്റേഴ്സ് കൊടുത്താലോ എന്ന് ഞാൻ ആലോചിക്കാണ്. ടങ് ട്വിസ്റ്റേഴ്സ് എന്താണെന്നറിയോ? അതായത് നമ്മൾ ഈ കളിക്കുടുക്കലൊക്കെ കാണില്ലേ, നാവ് വഴങ്ങുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു സാധനം പറയും, അത് നീ അതുപോലെ എടുത്ത് പറയണം. ഒരു 5 times 5 തവണ പറയണം. ഓക്കെ, ഞാൻ ആദ്യത്തെ പറയാൻ പോവാണ്. ടിങ് ടിങ് അല്ല, പറയട്ടെ. അപ്പൊ ആദ്യത്തത്
സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഇത് 5 തവണ പറയണം. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. അടിപൊളി. അതൊരു മപ്പു സാധനമായിരുന്നു. ഇതൊക്കെ എന്ത് കൊച്ചു സാധനങ്ങൾ. അയ്യടാ അതൊക്കെ എന്ത്. അപ്പൊ അടുത്തത്, മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ ചെളി പുലരരുത്. മുണ്ടിൽ ചെളി പുലരരുത്. പുലരരുത്. മുണ്ടിൽ ചെളി പുലരരുത്. മുണ്ടിൽ ചെളി പുലരരുത്. മുണ്ടിൽ ചെളി പുലരരുത്. എനിക്കറിയില്ല അത് കിടുക്കി. അതും അടുത്ത മപ്പ സാധനമായി പോയി എന്നാണ് പറഞ്ഞത്. നമുക്ക് ഇനി അടുത്തത് ഏതാന്ന് നോക്കാം. അടുത്തത്, വടിയെടുത്ത് പുളിയടിച്ച് പുളിയെടുത്ത് വടിയടിച്ച്. പുളിയടിച്ച് പുളിയെടുത്ത് വടിയടിച്ച് വടിയെടുത്ത് വടിയെടുത്ത് പുളിയടിച്ച് പുളിയെടുത്ത് വടിയടിച്ച് വടിയെടുത്ത് പുളിയടിച്ച് പുളിയെടുത്ത് വടിയടിച്ച് വടിയെടുത്ത് പുളിയടിച്ച് പുളിയെടുത്ത് വടിയടിച്ച്. ഒന്നും കൂടെ. വടിയെടുത്ത് പുളിയടിച്ച് പുളിയെടുത്ത് വടിയടിച്ച്. ഗായ്സ്, ഇത് വല്ലാത്തൊരു സാധനമായി പോയി ഗായ്സ്, ഒരു രക്ഷയില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ ടങ് ട്വിസ്റ്റേഴ്സ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ചോദിക്കാനുള്ളത്, ഇപ്പം ഒരുപാട് യൂട്യൂബേഴ്സിന്റെ വീഡിയോ ഒക്കെ കാണുമായിരിക്കും അല്ലേ? അപ്പൊ ഇഷ്ടപ്പെട്ട യൂട്യൂബേഴ്സ് ഒക്കെ ആരൊക്കെയാണെന്ന് പറ. M4 ടെക്, അർജുൻ ചേട്ടൻ്റെത്, പിന്നെ സഞ്ജു ടെക്, കാർത്തിക് സൂര്യ, മെന്റലിസ്റ്റ് അനന്തു ചേട്ടൻ, പിന്നെ മച്ചാൻസ് വ്ലോഗ്, പിന്നെ ആരോമൽ ചേട്ടൻ്റെത്. ഇല്ല, ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വ്ളോഗേഴ്സ് M4 ടെക്കും പിന്നെ അർജുൻ ചേട്ടനും മെന്റലിസ്റ്റ് അനന്തു ചേട്ടനും. ഇത്രയും പേരാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. ഇപ്പൊ ഈ ഒരു എന്താണ് വൈറൽ ആയതിനു ശേഷം ഏതെങ്കിലും സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ കുറച്ചുകൂടെ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ യൂട്യൂബേഴ്സോ ആരെങ്കിലും ഒക്കെ വിളിച്ച് ഭയങ്കര കൺഗ്രാറ്റുലേഷൻസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ മോൻ്റെ അടുത്ത് പറഞ്ഞു? കൊറേ പേര് വിളിച്ചു, പക്ഷേ യൂട്യൂബിലുള്ള ആരും വിളിച്ചില്ല. പക്ഷെ അർജുൻ ചേട്ടൻ ഏതിലോ ഒരു നല്ല വീഡിയോ ഒന്ന് ഇട്ടിരുന്നു, കമന്റ് അത് ഇട്ടിരുന്നു. പിന്നെ പിന്നെ കാളിദാസൻ ചേട്ടൻ ഷെയർ ചെയ്തിരുന്നു, ആഷിഖ് അബു സാർ ഷെയർ ചെയ്തിരുന്നു. പിന്നെ കുറെ പേരെന്നെ വിളിച്ചിരുന്നു. പിന്നെ ചിലവർക്ക് നമ്പർ ഇട്ടാത്തോണ്ടായിരിക്കും എന്നെ വിളിക്കാത്തത്. അയ്യോ, അത് ശരിയാട്ടോ. അപ്പം ഈ ഭാവിയിൽ സിനിമയിൽ അഭിനയിക്കാനൊക്കെ ഇഷ്ടമാണോ? പിന്നെ തീർച്ചയായിട്ടും എനിക്ക് സിനിമയിൽ അഭിനയിക്കാനാണ് ഇഷ്ടം. എനിക്ക് കൂടുതലും ആഗ്രഹം സിനിമയിൽ അഭിനയിക്കാനാണ്. ആഹാ, അപ്പൊ സിനിമയിൽ ആരെയൊക്കെയാണ് ഇഷ്ടം? ഏത് നടീനെയാണ് ഇഷ്ടം, ഏത് നടനെയാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞേ. എനിക്ക് നടന്മാര് മോഹൻലാൽ അങ്കിളും പിന്നെ ദുൽഖർ സൽമാൻ ചേട്ടനും. അയ്യോ, എനിക്ക് വയ്യ. നടിമാര് ആരെ? അടിമാരൊന്നും വലിയ പിടിയില്ലാന്ന് തോന്നുന്നു. എന്നാലും ആരാ? എനിക്ക് നടിമാരൊന്നും വലിയ പിടിയില്ലാന്ന്. അവന് നടന്മാരെയൊക്കെയാണ് ഇഷ്ടം. തമിഴിലൊക്കെ ആരെയൊക്കെയാണ് ഇഷ്ടം? ഇടക്കിടക്ക് ബീജിയം ഒക്കെ ഇടാറുണ്ടല്ലോ. ആ ബീജിയം ഒന്നിട്ട് കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് അവൻ സ്വന്തമായിട്ട് ബീജിയം ഇടുകയാണ് ഗൈസ് അല്ലേ? അടിപൊളി. ഗൈസ്, നമുക്ക് ഇനി ഒരു ചെറിയ ട്രാവലിംഗ് ചെയ്യാം. ഇവരെല്ലാരും എന്റെ മപ്പു വാഴ കാണണമെന്ന് പറഞ്ഞ് അത് നമുക്ക് കാണിച്ചു കൊടുക്കാം. പോവാം ഗൈസ്, ഇനി നമുക്ക് അങ്ങോട്ട് പോയേക്കാം. പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ പമ്പര കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ പമ്പര കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ പമ്പരം. അപ്പൊ ഗൈസ്, നമ്മുടെ ശങ്കരൻകുട്ടി പറഞ്ഞ പോലെ നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ ബപ്പ് വാഴേന്റെ അടുത്താണ്. അപ്പൊ എങ്ങനെയാണടാ നിനക്ക് ഈ ട്രാവൽ വ്ലോഗിന്റെ അടുത്ത് ചെയ്തോണ്ടിരുന്ന പെട്ടെന്ന് ഈ വാഴ കാണിക്കാനും ഇങ്ങനെ പറയാനൊക്കെ തോന്നിയത്? ഒരു വാഴ കണ്ടു. അപ്പൊ എന്റെ വായിന്ന് പെട്ടെന്ന് ചാടി വന്ന ഒരു വാക്കാണ് മപ്പ്. മപ്പ് വാഴ. അങ്ങനെയാണ് ഈ മപ്പ് വന്നത് അല്ലേ? എന്നിട്ട് മപ്പ് കയറി അങ്ങ് വൈറലാവുകയും ചെയ്തു. അപ്പൊ നിന്നെ കാണുമ്പോ എല്ലാരും പറയുന്നല്ല മപ്പ് ചെറുക്കൻ എന്ന് പറയോ?
ഇല്ല ഞാൻ പറയാതെ വിചാരിക്കുന്നു, പക്ഷെ ഇതുവരെ ആരും. സത്യത്തിൽ കൊറോണ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒന്നും നിക്കൂല അവരല്ലേ. പിന്നെ അല്ല. അപ്പൊ നമ്മളിപ്പോ കാണുന്നത് നമ്മുടെ കല്യാണിക്കുട്ടീനെയാണ്. കല്യാണിക്കുട്ടി ആരാണ് പറ, ഇൻട്രൊഡ്യൂസ് ചെയ്തൊക്കെ ആരാന്ന് പറഞ്ഞു കൊടുക്ക്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് എവളാണ് എനിക്ക് ക്യാമറ ഒക്കെ പിടിച്ചു തരുന്നത്. ആദ്യമൊക്കെ മൊബൈൽ എടുത്തോണ്ടിരുന്നത് ഞാൻ ഗെയിം കളിക്കാനായിരുന്നു. പിന്നെ ഞാൻ ഒരു ദിവസം ഞാൻ വീഡിയോ എടുത്തിട്ട് അവളെ കൊടുത്തു, എടി നീ ഇങ്ങനെ പിടിച്ചോന്നും പറഞ്ഞ്. അങ്ങനെ ഞാൻ ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം. അനിയത്തിക്കാണ് എല്ലാ ക്രെഡിറ്റും കൊടുക്കുന്നത് അല്ലേ? അപ്പൊ അനിയത്തി ആരാണ്, എത്രാം ക്ലാസ്സിൽ പഠിക്കണം, ഏത് സ്കൂളിലാണെന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. വെളി വിളിക്കുന്ന പേര് നീതു, വീട്ടിൽ വിളിക്കുന്ന പേര് കല്യാണിയാണ്. ഞാൻ സ്കൂളിൽ ഞാൻ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ശിശുകാർ യൂപിസിലാണ് ഞാനും എൻ്റെ ചേട്ടനും പഠിക്കുന്നത്. രണ്ടുപേരും അടി കൂടാറുണ്ടോ? പിന്നല്ല. പിന്നെ അല്ല, എന്തിനാണ് എപ്പോഴും അടി കൂടാറ്? എനിക്കറിഞ്ഞൂടാ, എവളാണ് ആദ്യമേ തുടങ്ങണത്. ആണോ? നീ അത്ര കുണ്ടറിയാണോ? പറ, അവസാനമായിട്ട് അടി കൂടിയത് എപ്പോഴാ? അവസാനമായിട്ട് അടി കൂടിയത് ഇന്നലെ. എന്തിനാ അടി കൂടിയത്? ഇന്നലെ എന്തിനാ അടി കൂടിയത്? പറ, കൊച്ചിനെ എന്തിനാണ് നീ വിഷമിപ്പിച്ചത്? പറ. എന്താ എപ്പോഴും അടി കൂടാറുണ്ടല്ലേ? ഇന്ന് രാവിലെ അല്ലേ അടി കൂടിയത്? ഇന്ന് രാവിലെയാണ് അടി കൂടിയത്? ആണോ? എന്തിനാ അടി കൂടിയത്? ബാഹുബലി 2 കാണാൻ, ടിവിയിൽ വന്ന ബാഹുബലി കാണാനാണ് രണ്ടുപേരും കൂടെ അടി കൂടിയത്. പക്ഷെ രണ്ടുപേരും നല്ല മപ്പ് പിള്ളേരാണ്, ഭയങ്കര സപ്പോർട്ടീവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തൊക്കെ സഹായിച്ചു കൊടുക്കാറുണ്ട്. ഇവളെയും കൂടെ യൂട്യൂബിലൊക്കെ കയറ്റി നടക്കുന്നത് എനിക്ക് ഇഷ്ടമാണോ? അല്ലേ? അതെന്താ അവളെ കയറ്റി ഇഷ്ടമില്ലാത്തത്? അവള് ഫുള്ള് ഇതാണ് മറ്റേ ഏത് തങ്കോ? കവി ഉദ്ദേശിച്ച തഗ്ഗാണല്ലേ? പിന്നെ അല്ല, ചുട്ട മറുപടിയാണ് കൊടുക്കുന്നതാണ് പറഞ്ഞത്. അതാണ് എപ്പോഴും അടി. ഇവ എന്തെങ്കിലും പറയാം, അവള് നല്ല ചുട്ട മറുപടി കൊടുക്കും. നമസ്കാരം. മോൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമെന്ന് നമുക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നു. സംഭവം ഇവനൊരു നിക്കർ കഴിയിട്ട് എന്നോട് വന്ന് പറഞ്ഞു. ഞാൻ ദിവസം വർക്കും കഴിഞ്ഞിട്ട് ഇവിടെ വരുന്ന സമയത്ത് പറഞ്ഞു, അച്ഛൻ ഞാൻ ഒരു നിക്കർ കഴിയത് വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ പോടാ എന്ത് ജോലി നോക്കി. അങ്ങനെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വീഡിയോ പലരും കണ്ടിട്ട് എന്നെ വിളിക്കുക. എൻ്റെ ഫ്രണ്ട്സുകളും മറ്റു ആൾക്കാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, മോൻ ഇങ്ങനെ ഈ സംഭവം. ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്തു, എനിക്കിന്ന് അതിനെപ്പറ്റി അറിയില്ല. പക്ഷെ അതിങ്ങനെ പറഞ്ഞു ഭയങ്കരമായൊരു അങ്ങോട്ട് എന്താ പറയുന്നത് അറിയില്ല. അങ്ങനെ വല്ലാത്തൊരു ഇതിലെങ്ങായി. അത് എനിക്കത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ഇതായിരുന്നു. പിന്നെ അവനെ ഞാൻ അങ്ങ് സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ ഇവനെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാനും എൻ്റെ ആനന്ദു മകൻ, ചേട്ടൻ്റെ മകൻ നിർമ്മലി, നിതിൻ, പുള്ളിയുടെ പേര് നന്ദു, ഇവരെല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങോട്ട് ഓരോ സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സംഭവിച്ചത്. എനിക്കറിയില്ലായിരുന്നു ഇത് എന്താണെന്ന്. ആദ്യം ഇവനെ ഞാൻ വഴക്കുറഞ്ഞ് ഓട്ടിക്കാനായിരുന്നത്. ഇപ്പോഴും ഞാൻ അവൻ്റെ കൂടെ അങ്ങ് നിൽക്കുകയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം താങ്കളെ പോലെ നിങ്ങളുടെ മീഡിയാസ്, നിങ്ങളുടെ ഇതിൽ നിന്നാണ് നമ്മുടെയൊക്കെ ഊർജം. സത്യമാണ്, നിങ്ങളുടെ തന്നെയാണ് നമ്മുടെ ഊർജം. ആ ഒരു ഊർജത്തിൽ കൂടെയാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അമ്മ പറഞ്ഞു, നമുക്ക് ആദ്യമായിട്ടൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അവ വന്നതുപോലെ ഇത് ചെയ്യട്ടാന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞ് നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലടാ, നീ വേറെ മിണ്ടാതെ പാടാന്ന് പറഞ്ഞ് ഞങ്ങൾ വഴക്ക് പറഞ്ഞു. ഞാനും ബിന്ദു അവന്റെ മാമിയും കൂടെ വഴക്ക് പറഞ്ഞു. പക്ഷെ ഇത് ഇത്രയും വലിയ വയലെന്താവും നമ്മൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു. നമുക്ക് വലിയ സന്തോഷമാണ് ഇത് ചെയ്ത് ഇനി ഇത്രയും വലിയ ഉയർച്ചയിൽ പോയതിൽ നമുക്ക് വലിയ സന്തോഷമാണ്.
എന്താണ് മനസ്സിലായത്, കുഞ്ഞു കുട്ടികളിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് കഴിവുകളുണ്ട്. സോ പാരൻസ് ഒക്കെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക. ഇതുപോലെ അടിപൊളി ശങ്കരനെയും കല്യാണീസും ഒക്കെ നിങ്ങളുടെയൊക്കെ ഇടയിലുണ്ട്, അവരൊക്കെ വളർത്തിക്കൊണ്ടുവരിക. സോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മളിനി അടുത്ത അടിപൊളി ആളായിട്ടൊക്കെ വരുന്നതായിരിക്കും. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന്റെ ഇപ്പുറത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. Press the bell icon on the YouTube app and never miss another update.